ഓക്കെ, ക്യാപിറ്റൽ സ്ട്രക്ചർ ബേസ്ഡ് ഒരു പ്രോബ്ലം നമുക്ക് വർക്കൗട്ട് ചെയ്യാം. സോ ഇതിൽ ഒരു കമ്പനി ഹാസ് കറൻ്റ്ലി ഓൾ ഇക്വിറ്റി ഷെയർസ്. ഇപ്പം നിലവിൽ എന്താണ്, കംപ്ലീറ്റ് ഇക്വിറ്റി ഷെയർസ് ആണ്, കൺസിസ്റ്റിംഗ് ഓഫ് 15,000 ഷെയർസ് അറ്റ് ദി റേറ്റ് ഓഫ് 100 ഈച്ച് അല്ലേ. അപ്പോൾ ഇത്രയും ക്യാപിറ്റൽ സ്ട്രക്ചർ ഉണ്ട്. ദ മാനേജ്മെൻറ്റ് ഹാസ് പ്ലാനിങ് ടു റേസ് അനദർ ഫണ്ട്, ഒരു 25 lakhും കൂടെ റേസ് ചെയ്യാൻ വേണ്ടി ഡിസൈഡ് ചെയ്തു. ടു ഫിനാൻസ് ദി മേജർ പ്രോഗ്രാംസ് ഓഫ് എക്സ്പാൻഷൻ ആൻഡ് കൺസിഡറിങ് ദി 3 ഓൾട്ടർനേറ്റീവ് മെത്തേഡ്സ് ഓഫ് ഫിനാൻസിങ്. 3 രീതിയിലാണ് പ്ലാൻ ചെയ്യുന്നത്. ഇതിൽ ഏതാണ് ബെറ്റർ നമ്മൾ ഫൈൻഡ് ചെയ്യണം. സോ ഇതിൽ ടു ഇഷ്യൂ 25,000 ഇക്വിറ്റി ഷെയർ, നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും ഇക്വിറ്റി ഷെയർസ് തന്നെ ഇഷ്യൂ ചെയ്യാം. അപ്പോൾ 25,000 ഇക്വിറ്റി ഷെയർ എത്രയ്ക്ക്, 100 ഈച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 25 lakh കിട്ടും. ഓർ ടു ഇഷ്യൂ 25,000 8% ഡിബഞ്ചർ 100 rupees വെച്ച് ഇഷ്യൂ ചെയ്താൽ നമുക്ക് എന്ത് പോസിബിളാണ്, 25 lakh പോസിബിളാണ്. ഓർ ഇഷ്യൂ 25,000 8% ഡിബഞ്ചേഴ്സ് അറ്റ് ദി റേറ്റ് ഓഫ് ഡിബഞ്ചറിലെ പ്രിഫറൻസ് ഷെയർസ് അറ്റ് ദി റേറ്റ് ഓഫ് 100 ഈച്ച് ചെയ്താലും 25 lakh നമുക്ക് കിട്ടും. ഓക്കെ, സോ ഇതിൽ ഏതാണ് നമുക്കിപ്പോൾ അറ്റ് സൈറ്റ് നമുക്കിത് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. സോ വി ഹാവ് ടു വർക്ക് ഔട്ട് അല്ലേ, നമ്മളത് വർക്ക് ഔട്ട് ചെയ്യണം. സോ വേറെ എന്തൊക്കെ ഇൻപുട്ട് വന്നത്, ദ കമ്പനി എക്സ്പെക്റ്റഡ് ഏണിംഗ്. സോ നമുക്ക് മുന്നിലുള്ള എക്സ്പെക്റ്റഡ് ഏണിംഗ് അത് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് വിൽ ബി 8 lakh. ടാക്സും ഇൻട്രസ്റ്റൊക്കെ ഡിഡക്റ്റ് ചെയ്യുന്നതിന് മുന്നേ ഒരു 8 lakh ആണ് 3 ഓൾട്ടർനേറ്റീവ് എടുത്താൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഏണിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഫൈൻഡ് ഇറ്റ്. ദെൻ അസ്യൂം ദാറ്റ് കോർപ്പറേറ്റ് ടാക്സ് വിൽ ബി 50%. എത്രയാണ് കോർപ്പറേറ്റ് ടാക്സ് വരുന്നത്, 50% ആണ്. ഡിറ്റർമിൻ EPS ഇൻ ഈച്ച് ഓൾട്ടർനേറ്റീവ്. ഓക്കെ, ഈച്ച് ഓൾട്ടർനേറ്റീവ് ഫൈൻഡ് ഔട്ട് ദി ബെസ്റ്റ് വൺ. ഓക്കെ, ഫൈൻഡ് ഔട്ട് ദി ബെസ്റ്റ് വൺ. ഓക്കെ, അപ്പോൾ ഇത് വർക്കൗട്ട് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ ഓൾട്ടർനേറ്റീവ്സിന് നമുക്കിവിടെ എടുത്ത് എഴുതാം. ഓരോ ഓൾട്ടർനേറ്റീവ്സ് നമുക്ക് എഴുതാം. സോ ഒന്ന് ഇക്വിറ്റി ഓൺലി. ഓക്കെ, നമുക്ക് ഇക്വിറ്റി ഓൺലി മാത്രമുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡെപ്റ്റ് ചൂസ് ചെയ്യുന്നു. അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രിഫറൻസ് ഷെയർ. ഓക്കെ, പ്രിഫറൻസ് ഷെയർ നമ്മൾ ഇഷ്യൂ ചെയ്യുന്നു. ഇങ്ങനെ 3 ഓപ്ഷൻസാണ് ഉള്ളത്. ശരി, അതിൽ ഞാൻ എന്ത് ചെയ്യാണ്, ആദ്യം തന്നെ നമുക്ക് തന്നിട്ടുള്ള ഇൻപുട്ട് എഴുതാം. അതായത് ഏണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് നമുക്ക് എത്രയാണ് പറഞ്ഞാൽ 3 കേസാണെങ്കിലും അത് എത്രയാണ്, 8 lakh ആണ് അല്ലേ, 8 lakh. ഓക്കെ, ഞാൻ 8 lakh 3 കേസിൽ ഞാൻ 8 lakh എഴുതി. ഓക്കെ, ഇതിൽ നമുക്ക് ഇനി നമ്മൾക്ക് എന്താ ഡിഡക്റ്റ് ചെയ്യേണ്ടത്, ഇത് എബിറ്റാണ് തന്നിരിക്കും അല്ലേ. അപ്പോൾ അതിൽ ഇൻട്രസ്റ്റ് ആണ് നമ്മൾ ഫസ്റ്റ് ലെവൽ ഡിഡക്റ്റ് ചെയ്യുക. സോ ലെസ് ഇൻട്രസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻട്രസ്റ്റ് ഡിഡക്റ്റ് ചെയ്യുന്നു. അത് അപ്ലിക്കബിൾ ആവുന്നത് ഇക്വിറ്റി മാത്രം ഇഷ്യൂ ചെയ്യുന്നിടത്ത് ഇൻട്രസ്റ്റ് വരുമോ, നോ. ദെൻ പ്രിഫറൻസ് ഷെയർ മാത്രം ഇഷ്യൂ ചെയ്യുന്നിടത്ത് വരുമോ, നോ. എവിടെയുണ്ടാവും, ഡെപ്റ്റ് ഉള്ളിടത്തിലാണ് ഇൻട്രസ്റ്റ് ഉണ്ടാവുക. സോ ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് ഇൻട്രസ്റ്റ്. ദാറ്റ് ഈസ് എത്രയാണ് നമ്മൾ റേസ് ചെയ്ത് 25 lakh ആണ് റേസ് ചെയ്തിരിക്കുന്നത്. സോ വി ആർ ലാബിൾ ടു ഗീവ് 8% ഓൺ ദിസ് 25 lakh. സോ ദാറ്റ് വിൽ ബി 2 lakh. ഓക്കെ, ദാറ്റ് വിൽ ബി 2 lakh. അപ്പം അവൈലബിൾ ആയിട്ടുള്ള ഈ പർട്ടിക്കുലർ എമൗണ്ടിൽ നിന്ന്, ഓക്കെ, ഈ പർട്ടിക്കുലർ എമൗണ്ടിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം, 2 lakh ഡിഡക്റ്റ് ചെയ്യും. സോ പ്രോഫിറ്റ്, ഓക്കെ, പ്രോഫിറ്റ് ആഫ്റ്റർ ഇൻട്രസ്റ്റ്. ഓക്കെ, ആഫ്റ്റർ ഇൻട്രസ്റ്റ് ബട്ട് ബിഫോർ ടാക്സ് നമുക്ക് ഫൈൻഡ് ചെയ്യാം. സോ ഇവിടെ ഒന്നും ഡിഡക്റ്റ് ചെയ്യാനില്ല. സോ 8 lakh നമുക്ക് ഡയറക്റ്റ്ലി ചെയ്താൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം, 2 lakh ഇൻട്രസ്റ്റ് ഡിഡക്റ്റ് ചെയ്യണം. ഇവിടെ ഇൻട്രസ്റ്റ് ഡിഡക്റ്റ് ചെയ്യാനില്ല. സോ നമുക്ക് 8 lakh ഡയറക്റ്റ്ലി കിട്ടിയിട്ടുണ്ട്. സോ നമുക്കിനി എന്ത് ചെയ്യാം, കോർപ്പറേറ്റ് ടാക്സ്. ഓക്കെ, കോർപ്പറേറ്റ് ടാക്സ് നമുക്ക് ഡിഡക്റ്റ് ചെയ്യാം. നമ്മൾ അസ്യൂം ചെയ്തത് എത്രയാണ്, 50% ആണ്. സോ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള എമൗണ്ടിൽ നിന്ന് 50% നമുക്ക് ഡിഡക്റ്റ് ചെയ്യാം. സോ ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. സോ 8 lakhൻ്റെ 50% എന്ന് പറഞ്ഞാൽ നമുക്ക് നേരെ എന്ത് ചെയ്യാം, 4 lakh തന്നെ നമുക്ക് ഡിഡക്റ്റ് ചെയ്യാം. 4 lakh ഡിഡക്റ്റ് ചെയ്യാം. ശരി, ഇവിടെയോ, ഇവിടെ 6 lakh ആണുള്ളത്. അതിൻ്റെ 50% എന്ന് പറഞ്ഞാൽ 3 lakh ആണ്. അത് നമുക്ക് ഡിഡക്റ്റ് ചെയ്യാം. ഇവിടെയോ എഗെയിൻ 4 lakh ആണ്. ഓക്കെ, ശരി. അപ്പോൾ ഇത് നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇനി പ്രോഫിറ്റ് നമുക്കിപ്പം കോർപ്പറേറ്റ് ടാക്സും കഴിച്ച് കിട്ടിയ എമൗണ്ടിൽ നിന്ന്, ഓക്കെ, നമുക്ക് എന്തുകൂടി ഫൈൻഡ് ചെയ്യണം, നമുക്ക് പ്രിഫറൻസ് ഡിവിഡൻറ്റ് എത്രയാണോ അതുകൂടെ നമുക്ക് ഡിഡക്റ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ എത്ര കിട്ടും, 4 lakh. ഇവിടെ നമുക്ക് 3 lakh കിട്ടും. ഇവിടെ നമുക്ക് 4 lakh കിട്ടും. ഓക്കെ, സോ നമുക്ക് ഇവിടെ നമുക്ക് നേരിട്ട് എഴുതാം എന്ത്, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. ഓക്കെ, ഏണിങ്സ് ആഫ്റ്റർ ടാക്സ് നമുക്കിവിടെ എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, ഏണിങ്സ് ആഫ്റ്റർ ടാക്സ് നമ്മൾ ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടും ഇതിൽ നിന്നാണ് നമുക്ക് എന്ത് കൊടുക്കേണ്ടത്, പ്രിഫറൻസ് ഡിവിഡൻറ്റ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, പ്രിഫറൻസ് ഡിവിഡൻസ് കൊടുക്കുകയാണ്. പ്രിഫറൻസ് ഡിവിഡൻറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക, ഇതാ ഇവിടെയാണ് കിടക്കുന്നത് അല്ലേ. സോ
നമുക്ക് ആ 25 lakh നമ്മൾ റേസ് ചെയ്തിട്ടുണ്ട്. സോ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എന്ത് ചെയ്യണം? 8% ഡിവിഡൻഡ് കൊടുക്കണം. സോ അവിടെയും നമുക്ക് നേരത്തെ 8% കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എത്രയാണ് കിട്ടിയത്? 2 lakh ആണ്. അപ്പോൾ ഇവിടെ എന്താണ് വരുന്നത്? 8% ആണ് റിട്ടേൺ കൊടുക്കുന്നത്. സോ നമുക്ക് ആ ഡിവിഡൻഡ് 2 lakh എന്ന് നമുക്കിവിടെ എഴുതാം. അത് നമ്മളിതിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യേണ്ട ഐറ്റമാണ്. നമുക്ക് എന്ത് ചെയ്യാം? ഡിഡക്റ്റ് ചെയ്യാം. അപ്പം ഇവിടെ നമുക്ക് 4 lakh, 3 lakh, ദെൻ 2 lakh. ഇതാണ് എന്താ പ്രോഫിറ്റ് അവൈലബിൾ അല്ലെങ്കിൽ ഏണിങ്സ് അവൈലബിൾ ടു ആർക്ക്? ഇക്വിറ്റി ഷെയർ ഹോൾഡർ അല്ലേ? ഏണിങ്സ് അവൈലബിൾ ടു ആർക്ക്? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് എമൗണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർ, ഓരോ കേസിലെയും നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർ എത്രയാണ്? നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഫസ്റ്റ് കേസിൽ ഇപ്പോൾ ഇഷ്യൂ ചെയ്ത എത്ര എണ്ണം? യെസ്, 25,000 എണ്ണവും. ഓക്കെ, ഇപ്പം ഇഷ്യൂ ചെയ്ത 25,000 എണ്ണവും നേരത്തെ നമ്മളടുത്ത് ഉണ്ടായിരുന്ന 15,000. അപ്പോൾ 25ഉം 15ഉം ടോട്ടൽ നമ്മളെ കയ്യിൽ എത്ര ഇക്വിറ്റി ഷെയർസ് ഉണ്ട്? 40,000 ഇക്വിറ്റി ഷെയർസ് ഉണ്ട്. ദെൻ ഡെറ്റ് വഴിയാണ് നമ്മൾ കംപ്ലീറ്റ് എമൗണ്ടും എടുത്തതെങ്കിൽ, അതായത് 25 lakh എടുത്തതെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ഇക്വിറ്റിൻ്റെ എണ്ണത്തിൽ എന്ത് ചെയ്യുന്നില്ല? കൂടുന്നില്ല. നേരത്തെ സെയിം എമൗണ്ട് ഓഫ് ഇക്വിറ്റി ഷെയർസ് തന്നെയായിരിക്കും. ദാറ്റ് ഈസ് 15,000. ദെൻ തേർഡ് ഓൾട്ടർനേറ്റീവിൽ നമ്മൾ ഇക്വിറ്റി അല്ല കൂട്ടിയത്, പ്രിഫറൻസ് ഷെയർസ് ആണ്. സോ ദർ ഇസ് നോ ചേഞ്ച് ഇൻ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്. ദാറ്റ് വിൽ ബി 15,000. ഓക്കെ, അപ്പോൾ നമുക്കിതൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഈ കിട്ടിയ, അതായത് പ്രോഫിറ്റ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? EPS കിട്ടും. സോ ഇയർ EPS ഈസ് ഈക്വൽ ടു നമുക്കിവിടെ എന്ത് ചെയ്യാം? 4 lakh ഡിവൈഡ് ബൈ 40,000. സോ വിച്ച് ഈസ് ഈക്വൽ ടു 10. ഇവിടെ EPS എത്രയാണ്? 10 ആണ്. 3 lakh ഡിവൈഡ് ബൈ 15,000. ഓക്കെ, നമ്പർ ഓഫ് ഷെയർസ് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. സോ ഇയർ എനിക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ 20 ആണ്. EPS 20 ആണ്. ദെൻ ഇവിടെ 2 lakh ഡിവൈഡ് ബൈ 15,000 വർക്കൗട്ട് ചെയ്തു. അപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ എന്ന് പറയുന്നത് 13.33 ആണ്. സോ ഈ ഒരു പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ എക്സിസ്റ്റിംഗ് ഇക്വിറ്റി ഷെയർ ആയിട്ടുള്ള 15,000 അല്ലേ, 15,000 ഷെയർ നമ്മളടുത്ത് ഉണ്ടായിരുന്നു. ഇനി അതിൽ എണ്ണം കൂട്ടേണ്ട ആവശ്യമില്ല. ബെറ്റർ ടു ആഡ് ഡെറ്റ്. നിങ്ങൾ ഡെറ്റ് ആഡ് ചെയ്തിട്ട് ഫണ്ട് റേസ് ചെയ്തോളൂ. അപ്പോൾ EPS എത്ര ഉണ്ടാവും? 20 നിൽക്കുന്നുണ്ട്. ഇനി നിങ്ങൾ പ്രിഫറൻസ് ആഡ് ചെയ്ത സമയത്ത് അത് 13.33 ആണ്. ദെൻ നിങ്ങൾ വീണ്ടും ഇക്വിറ്റിയുടെ എണ്ണം കൂട്ടിയ സമയത്ത്, അതായത് 15,000 ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഷെയർസ് ഉണ്ടായിരുന്ന സ്ഥലത്ത് 40,000 മാറിയിട്ടുണ്ട്. അപ്പോൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് എണ്ണം കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ EPS കുറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓൾവേസ് വിൽ പിക്ക് ഇവിടെ ഡെറ്റ് ആഡ് ചെയ്യുന്ന ഓപ്ഷനാണ് ബെറ്റർ ഓപ്ഷൻ. ഓൾട്ടർനേറ്റീവ് 2 ആണ് കുറേ കൂടെ ബെറ്റർ. സോ ദിസ് ഇസ് ദ റൈറ്റ് വേ ടു keep good EPS for the food.